ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. യന്ത്ര ആനകളുടെ പൂരം തുടരുന്നു. തൃശ്ശൂർ പൂര കമ്മിറ്റിയിൽ തിരുവമ്പാടി വിഭാഗത്തിലെയും പാറമേക്കാവ് വിഭാഗത്തിലെയും പ്രധാന വ്യക്തികൾ ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യ ക്ഷേത്രത്തിൽ പ്രത്യേകമായ താമരമാലകൾ നേർന്ന് അത് അവിടെ സമർപ്പിച്ച് പൂരത്തിന് ഒരു തരത്തിൽ പോലും മഴ ഉണ്ടാകാതിരിക്കുവാനുള്ള പ്രാർത്ഥനയൊക്കെ നടത്തി അവർ തിരിച്ചു പോന്നു. അതോടൊപ്പം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ എല്ലാ ദൈവങ്ങൾക്കും പണക്കിഴികൾ വെച്ച് വടക്കുംനാഥൻ്റെ അനുഗ്രഹവും അവർ നേടി. അങ്ങനെ പൂര പരിപാടിയിൽ മഴ എന്നുള്ളതായിട്ടുള്ള തടസ്സം ഒഴിവാക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കമ്മിറ്റി നടത്തി. കൂടാതെ ആനയുടെ മുകളിൽ കോലം വയ്ക്കുന്നതിനും അതേപോലെ തന്നെ കുട പിടിക്കുന്നതിനും വെഞ്ചാമരം, ആലമട്ടം എന്നിവ ഉയർത്തുന്നതിനും ആവശ്യമുള്ളതായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ വിദ്യാസമ്പന്നരെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രധാനമായ കാരണം പൂരം വളരെ ഭംഗിയായി നടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അവർക്കും പാപ്പാന്മാർക്ക് നൽകിയ തരത്തിലുള്ള അതേപോലെയുള്ള യൂണിഫോമുകളും നൽകപ്പെട്ടു. അങ്ങനെ ഈ പൂരത്തിന് ഒരു തരത്തിൽ പോലും ദോഷം വരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും കമ്മിറ്റിക്കാർ ചെയ്തു. ആനയുടെ മുകളിലേക്ക് കയറിപ്പറ്റുന്നതിന് എന്താണ് മാർഗം എന്ന് ആലോചിച്ച് സുരേഷ് കുമാർ അതിന് ഒരു പുതിയ സംവിധാനം കണ്ടെത്തുകയും ചെയ്തു. ഇലക്ട്രിക് പോസ്റ്റിൽ കയറുന്ന ഇലക്ട്രീഷ്യന്മാരെ അദ്ദേഹം മനസ്സിൽ കാണുകയും അവർ ഉപയോഗിക്കുന്നതായിട്ടുള്ള കോണി പുതിയ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തി ആനയോളം ഉയരത്തിൽ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ തട്ട് വെച്ച് അതിലൂടെ ആനയുടെ മുകളിലേക്ക് കയറുവാനുള്ള ഒരു സംവിധാനവും സുരേഷ് കുമാർ ഒരുക്കി. അങ്ങനെ വളരെ എളുപ്പത്തിൽ ആനയുടെ മുകളിലേക്ക് വ്യക്തികൾക്ക് കയറുന്നതിനും അവിടെ നിന്ന് എളുപ്പത്തിൽ ഇറങ്ങുന്നതിനുമായി ഇത്തരം ഏണികൾ നിർമ്മിച്ച് അതിനുള്ള സംവിധാനവും ഒരുക്കി. അങ്ങനെ ആന
മൂലം ഉണ്ടാവുന്നതായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും ഒഴിവാക്കിക്കൊണ്ട് തൃശ്ശൂർ പൂരം നല്ല നിലയിൽ നടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സുരേഷ് കുമാർ വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പൂരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറായി. പന്തലുകൾ ഉയർന്നു. മണികണ്ഠനാൽ, നായ്ക്കനാൽ, നടുവിനാൽ എന്നീ സ്ഥലങ്ങളിൽ അലങ്കൃതമായ പന്തലുകൾ ഉയർന്നു. പൂരത്തിൻ്റെ എല്ലാ പുറപ്പാട് ക്രമീകരണങ്ങളും കമ്മിറ്റിക്കാർ തടസ്സം കൂടാതെ നടക്കുന്ന രീതിയിലുള്ള വളരെ ശ്രദ്ധിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ ഒരുക്കി. അങ്ങനെ ഈ ഒരു പൂരം വിജയകരമായി നടത്തുന്നതിന് വേണ്ട നടപടികളെല്ലാം പൂര കമ്മിറ്റിയും പൂരപ്രേമികളും എല്ലാവരും ചേർന്ന് നടത്തി. അങ്ങനെ പൂരത്തിനോട് അടുക്കുന്തോറും തൃശ്ശൂർ പട്ടണം ജനങ്ങളാൽ നിറയപ്പെട്ടു. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ അധികം ജനങ്ങൾ ഇക്കൊല്ലം പൂരത്തിന് ഒഴുകുകയാണ് ഉണ്ടായത്. ലോഡ്ജുകളെല്ലാം ബുക്ക് ചെയ്യപ്പെട്ടു. വീടുകളെല്ലാം അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ പൂരത്തോട് അടുത്ത് നടക്കുന്നതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ ശ്രദ്ധിച്ച് അവർ നടത്തുകയും ചെയ്തു. വെടിക്കെട്ടിൻ്റെ സാമ്പിൾ അവർ തത്സമയം നടത്തുകയും പൂരത്തിൻ്റെ തലേ ദിവസം ആനന്ദമയ പ്രദർശനങ്ങളും വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തൃശ്ശൂർ പൂരത്തിനുള്ള കമ്മിറ്റിയുടെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും നടത്തപ്പെട്ടു. എന്തു തന്നെയായാലും 1-2 വർഷത്തിനുള്ളിൽ തീർച്ചയായും ആനകൾക്ക് പകരമായി യന്ത്രാനകൾ കൊണ്ട് വരേണ്ടതാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് കമ്മിറ്റിക്കാർ ഇങ്ങനെയുള്ള ഒരു ക്രമം അവർ സജ്ജീകരിച്ചത്. കാരണം കോടതി ഇടപെട്ടു തുടങ്ങി. ആയതിനാൽ അടുത്ത വരുന്നതായിട്ടുള്ള പൂരങ്ങളിൽ തീർച്ചയായും നിയന്ത്രണങ്ങൾ കൂടുതലായും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മിറ്റിക്കാർ ഇത്തരം സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയത്. ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറായത് തുടരും.